ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇഞ്ചിക്കറിയാണ്. അപ്പോൾ നമ്മളൊരു വലിയ ചെറുനാരങ്ങയുടെ അത്ര പുളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിടണം. പിന്നെ ഈ ഇഞ്ചി നമുക്ക് നന്നാക്കി എടുക്കുക. ഇതിൻ്റെ ഇതൊക്കെ ചുരണ്ടി കളഞ്ഞിട്ട് നന്നാക്കി എടുക്കുക. ഇത് 100 ഗ്രാം ഇഞ്ചിയാണ് കേട്ടോ. പിന്നെ നമ്മൾ 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മുറുക്കി കഴിഞ്ഞിട്ട് മറ്റുള്ള മസാലകൾ കാണിക്കും. നമുക്കിതൊക്കെ ഇങ്ങനെ ചുരണ്ടി എടുക്കാം കേട്ടോ. ഇത് 100 ഗ്രാം ഇഞ്ചിയാണ്. അപ്പോൾ ഞാൻ അതിനുള്ളതാണ് കാണിക്കണേ കേട്ടോ. ഓണൊക്കെയല്ലേ വരണേ. ഇത് നമുക്കിങ്ങനെ മൊരി കളഞ്ഞെടുത്തിട്ട് എല്ലാം നന്നാക്കി എടുത്തിട്ട് കാണാം കേട്ടോ. നമുക്ക് ഈ ഇഞ്ചി അരിഞ്ഞെടുക്കാം കേട്ടോ. ഇഞ്ചി ഇതെങ്ങനെ കനം കുറച്ച് ഇങ്ങനെ റൗണ്ടിലാണ് നമ്മൾ ചെത്തിയെടുക്കണം കേട്ടോ. ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് മൊരിഞ്ഞ് കിട്ടും. കനം കൂടിക്കഴിഞ്ഞാൽ മൊരിയാൻ പാടായിരിക്കും. അപ്പം എത്രയും കനം കുറച്ച് അരിയണോ അത്രയും നല്ലത് കേട്ടോ. കനം കുറച്ച് അരിയുക. അപ്പം നന്നായിട്ട് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും നമുക്ക്. അപ്പം നമ്മൾ ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുത്തു കേട്ടോ. നമുക്കിനി ഇഞ്ചി വറുത്തെടുക്കാം. സ്റ്റൗ കത്തിച്ചു കൊടുക്കുക. ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക. അപ്പം നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇഞ്ചി വറുക്കാനുള്ള വെളിച്ചെണ്ണ കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതാണ് ഇഞ്ചി നമ്മൾ അരിഞ്ഞ് വെച്ചത്. അപ്പം 100 ഗ്രാം ഇഞ്ചി കേട്ടോ. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് നമ്മൾ. ഒരു വലിയ ചെറുനാരങ്ങ അത്ര. ഇപ്പം നമ്മൾ ഇഞ്ചി വറുത്തെടുത്തതാണ് കേട്ടത്. ഇതൊന്നും ഇപ്പം 100 ഇഞ്ചിയാണ് നമ്മൾ വറുത്തത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറച്ചാണ് കാണിക്കണേ. അപ്പം നമ്മൾ ഇതിലാണ് ഇഞ്ചിക്കറി വെക്കണത്. അപ്പം നമ്മൾ ഇത് ആ പുളി പിഴിഞ്ഞ് എടുത്തതാണിത് കേട്ടോ. ഇത് ഒഴിച്ചു കൊടുക്കുക. നമ്മളിതിലേക്ക് 2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. രണ്ട് ഗ്ലാസ് വെള്ളം നമ്മളിതിൽ ഒഴിച്ചു. നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കുക. ഈ പുളിവെള്ളം ഇതിൽ വെച്ച് കൊടുക്കുക. പുളി നന്നായി തിളച്ചിട്ട് അതിൻ്റെ ഒരു പുളിയുടെ മണം ഉണ്ടല്ലോ, അത് പോകണം. നമുക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത് അടച്ചു വെക്കേണ്ട, ചിലപ്പോൾ പതഞ്ഞ് പൊങ്ങി വരും. അപ്പൊ നമുക്ക് ഈ ഇഞ്ചിനെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ വറുത്തെടുത്ത ഇഞ്ചിയാണ്. ഒന്ന് പൊടിച്ചെടുക്കാം തരിതരിപ്പായിട്ട്. അപ്പൊ നമ്മുടെ ഇഞ്ചിക്കറിയുടെ പുളിവെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇത് നല്ല ശർക്കരയാണ്. ഇതിൽ കല്ലും മണ്ണും ഒന്നും അഴുക്കില്ലാത്ത ശർക്കരയാണ്. അപ്പൊ നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കുക. ഇതില് നമ്മള് പുളിയിഞ്ചി ഉണ്ടാക്കണ അത്രയും ശർക്കര ഇടില്ല. ഇഞ്ചിക്കറിയിൽ കുറച്ച് ശർക്കര ഇടുള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ലേശം കൂടി ഇട്ട് നോക്കുക. ഇത് അലിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ട് നോക്കിയിട്ട് ഇടാം. ഇപ്പൊ ഞാനിപ്പോ ഒരു അച്ച് ശർക്കര ഇട്ടുണ്ട്. അധികം വലിയ അച്ചല്ല, എന്നാലും മീഡിയം ടൈപ്പിലൊരു കഷ്ണം
ശർക്കരയാണ് ഇട്ടിട്ടുള്ളത്. പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ശർക്കര ഇടും. ഇഞ്ചിക്കറിയിൽ ശർക്കര കുറച്ച് കുറവാണ് ചേർക്കുക. അത് നോക്കിയിട്ട് ചെയ്യണം. ഇത് മതിയാവില്ല എന്ന് എനിക്ക് തോന്നണം. ഒരു ലേശം കൂടി ഇരണ്ടി വരും. നമുക്ക് കുറച്ചും കൂടി പുളി വറ്റിയതിന് ശേഷം നോക്കിയിട്ട് ഇനി നമുക്ക് ഈ ഇഞ്ചി പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഞ്ചി പൊടിച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കുക. സൂപ്പറായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വറുത്തിടാം കേട്ടോ. ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക. നമ്മളിത് ഇഞ്ചി വറുത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പം ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക നമുക്ക് വറുത്തിടാനായിട്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കടുക്, 2 പച്ചമുളക്, കറിവേപ്പില. നമുക്കിത് ഇഞ്ചിക്കറിയിലേക്ക് എടുത്ത് ഒഴിക്കാം. നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടി, ഒരു നുള്ള ചേർക്കണ്ടു ഉലുവാപ്പൊടി. അതുപോലെ തന്നെ ഒരു നുള്ള് കായപ്പൊടി. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടായില്ലേ. അപ്പം നമ്മൾ ഒരു 3 പച്ചമുളക് ഇതൊന്ന് വറുത്തിട്ട് ഇഞ്ചിക്കറിയിൽ ഇടുക. കാര്യം നമ്മൾ ഇഞ്ചിയുടെ കൂടെ മൂപ്പിച്ച് അത് മൂത്ത് പോവും. പിന്നെ കടുക് വറുക്കുമ്പോഴും അത് ചേർത്തില്ല. എന്താ വെച്ചാൽ പച്ചമുളകിന് ഒന്നും കൂടി മൂപ്പുണ്ടാവും. അതുകൊണ്ട് പച്ചമുളക് ഒന്ന് മൂപ്പിച്ച ശേഷം നമുക്ക് ഇഞ്ചിക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാദ്യം ഇഞ്ചി വറുക്കണേക്കാട്ടി മുന്നേ വറുത്തിട്ട് മാറ്റി വെക്കുക, അല്ലെങ്കിൽ കടുക് വറുക്കണേക്കാട്ടി മുന്നേ വറുത്തിട്ട് മാറ്റി വെക്കുക. എങ്ങനെ നമ്മുടെ ഇഷ്ടം മാതിരി ചെയ്യാം. ഒരുവിധം നല്ലോണം നന്നായി മൂക്കണ്ട, ഒരുവിധം നന്നായിട്ട് മൂക്കുക. ഇപ്പം മുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഇഞ്ചിക്കറിയിലേക്ക് ഒഴിക്കാം. ഇത് നമ്മൾ ഈ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഇഞ്ചി വറുത്ത വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമുക്കിത് ഇഞ്ചിക്കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇഞ്ചിക്കറി നല്ല ടേസ്റ്റാണ്.